ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവടയുടെ റെസിപ്പി നോക്കാം. മാവ് അരച്ച് പുളിപ്പിക്കാനൊന്നും വയ്ക്കാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവടയാണിത്. നമ്മൾ ഹോട്ടലുകളിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നത് പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉഴുന്നുവട തയ്യാറാക്കുന്നതിനായി 2 കപ്പ് ഉഴുന്ന് 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഉഴുന്ന് അരച്ചെടുക്കുന്നതിന് മുൻപായി നന്നായി കഴുകിയതിനു ശേഷം ഒരു 10 മിനിറ്റ് വെള്ളം വാരാനായി മാറ്റി വയ്ക്കണം. ഇതുപോലെ നിർബന്ധമായും വെള്ളം വാരാനായി ഒരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ശേഷം അരച്ചെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. ആദ്യം അല്പം വെള്ളം ചേർത്ത് ഉഴുന്ന് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം അടപ്പ് തുറന്ന് വെച്ച് അല്പമായി വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് കറക്കിയെടുക്കുമ്പോൾ ഇതുപോലെ സ്മൂത്തായി കറങ്ങി വരുന്നത് കാണാം. ഇപ്പോൾ മാവിൻ്റെ ടെക്സ്ചറിലും ചെറുതായി മാറ്റം വരുന്നതായി കാണാൻ പറ്റും. ഇതാണ് വെള്ളം ചേർക്കേണ്ടതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ്. ഇത്രയും വെള്ളം ചേർത്ത് തന്നെ മാവ് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഉഴുന്നുവട നല്ല സോഫ്റ്റായി വരാൻ മാവ് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മാവ് 5-10 മിനിറ്റ് നേരം നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതിനായി നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ കൈ വെച്ചോ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും മാവ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. മാവിൻ്റെ ടെക്സ്ചറിൽ തന്നെ നല്ല വ്യത്യാസം കാണാൻ പറ്റും. നമ്മൾ എത്രത്തോളം ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം നമ്മളുടെ ഉഴുന്നുവടയും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നത് കാണാൻ പറ്റും. ക്യാമറയിൽ ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ മാവ് നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4-5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തത്, ഒരു 2 തണ്ട് കറിവേപ്പില, അല്പം മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ മാവ് ലൂസാണ് എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ്. എനിക്ക് മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ ഈ സമയത്ത് തന്നെ അല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ വറുക്കാത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റവ ഒരുപാട് മുന്നേ ചേർത്ത് ഇളക്കി വയ്ക്കരുത്. തയ്യാറാക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം റവ ചേർത്ത് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ഉഴുന്നുവട തയ്യാറാക്കുമ്പോൾ മാവ് പുളിക്കാനായിട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ടോ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ വട തയ്യാറാക്കി തുടങ്ങാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈ വെള്ളത്തിലൊന്ന് നനച്ചെടുത്താൽ മതിയാകും. മാവ് ഇതുപോലെ ബോൾ രൂപത്തിലാക്കി
നടുവിൽ തള്ളവിരൽ കൊണ്ടൊരു ഹോൾ ഇട്ട് കൊടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരുപാട് ഹൈയിലല്ലാതെ മീഡിയത്തിൽ വെച്ച് വേണം ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാൻ. ഒരു സൈഡ് ഇതുപോലെ ഗോൾഡൻ നിറമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ഗോൾഡൻ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കി മാവും കൂടെ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഉഴുന്നുവട ഷേപ്പ് ചെയ്തെടുക്കാനാണ് ഏറ്റവും ഈസി. കയ്യിലൽപ്പം വെള്ളം തടവിയാൽ ഉഴുന്നുമാവ് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് വിട്ടുകിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉഴുന്നുവട ഇവിടെ റെഡിയായി. നമ്മൾ ഹോട്ടലുകളിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നത് പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ പുറമെ നല്ല മൊരിഞ്ഞതുമായിട്ടുള്ള ഒരു ഉഴുന്നുവടയാണിത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.